ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 3 ഫേസ് മീറ്റർ ബോക്സ് അല്ലെങ്കിൽ സിംഗിൾ ഫേസ് മീറ്റർ ബോക്സ് വയ്ക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്നുള്ളതാണ് ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ മീറ്റർ ബോക്സ് കൊടുത്തിരിക്കുന്നതാണ്. മീറ്റർ ബോക്സിൻ്റെ ആദ്യമേ തന്നെ ഹൈറ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അത് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മീറ്റർ റീഡിങ്ങിന് വരുന്ന സമയത്ത് നമുക്ക് റീഡിങ് കാണാവുന്ന രീതിയിൽ, അതായത് മീറ്റർ വരുന്നത് ഈ സ്ഥലത്താണ്. ഈ സ്ഥലത്തിന് നമുക്ക് കറക്റ്റായിട്ട്, അതായത് വരുന്ന നോക്കുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് കാണുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മീറ്റർ ബോക്സിൻ്റെ ഹൈറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ മിനിമം ഏറ്റവും അതിൻ്റെ അടിവശം എന്ന് പറയുന്നത് 150 സെൻറ്റിമീറ്റർ തൊട്ട്, 3 ഫേസ് ആണെങ്കിൽ 150 സെൻറ്റിമീറ്റർ തൊട്ട് മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരാൾ നിന്ന് അതിൻ്റെ റീഡിങ് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാവുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ആ സൈറ്റ് ഹൈറ്റ് കൊടുക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ പുറത്തേക്ക് തള്ളി വെക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മഴവെള്ളം കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ ആണെങ്കിൽ, സെൻസൈഡിൻ്റെ സൈഡിലല്ലാത്ത ഏരിയകളിലാണെങ്കിൽ ഡയറക്റ്റ് മീറ്റർ ബോക്സിലേക്ക് വെള്ളം പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ വെള്ളം അകത്തേക്ക് കയറാതെ സൈഡിലൂടെ പുറത്തേക്ക് പോകും. പിന്നെ അതിലേക്ക് വരുന്ന പൈപ്പും കാര്യങ്ങളൊക്കെയാണ്. ഈ 2 പൈപ്പാണ് നമ്മൾ ഡി ബിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. 2 1 ഇഞ്ച് പൈപ്പ് നമ്മൾ ഡി ബിയിലേക്ക് കൊടുത്തു. സൈഡിലൂടെ വരുന്ന 2 ഡി ബിയിൽ നിന്ന് വരുന്ന പൈപ്പാണ് 2 1 ഇഞ്ച് പൈപ്പ് നേരെ നമ്മൾ കൊടുത്തു. ഇനി അതിനുശേഷം നമ്മൾ മുകളിൽ കാണിച്ചിരിക്കുന്ന ഒരു 1 ഇഞ്ച് പൈപ്പ്, ആ പൈപ്പിലൂടെയാണ് നമ്മുടെ സർവീസ് വയർ കൊടുക്കുന്നത്. ഏറ്റവും മുകളിലാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെയാണ് നമ്മുടെ മീറ്റർ, 3 ഫേസ് ആണെങ്കിലും സിംഗിൾ ഫേസ് ആണെങ്കിലും ഇവിടെയാണ് നമ്മൾ മീറ്റർ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 3 ഫ്യൂസ് കൊടുക്കും. 3 ഫേസ് ആയതുകൊണ്ട് 3 ഫ്യൂസ് യൂണിറ്റ്. ഏറ്റവും താഴെയായിട്ട് ഒരു ന്യൂട്രൽ ലിങ്ക് കൊടുക്കും. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ന്യൂട്രൽ ലിങ്ക് 3 ഫ്യൂസ് യൂണിറ്റ്, RYB എന്ന് പറയുന്ന 3 ഫ്യൂസ്, അതായത് 3 ഫേസിൻ്റെ. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഐസൊലേറ്ററോ അല്ലെങ്കിൽ ഒരു LCBയോ സെപ്പറേറ്റ് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അത്യാവശ്യം വേണമെങ്കിൽ LCBയോ ഐസൊലേറ്ററോ നമുക്ക് അവിടെ വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതെല്ലാം നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ താഴേക്ക് നമ്മൾ എർത്തിന് വേണ്ടിയിട്ട് 2 പൈപ്പ് നമുക്ക് സെപ്പറേറ്റ് ഇടണം. 2 പൈപ്പ് എന്ന് പറയുന്നത് എർത്ത് കോപ്പർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഡി ബിയിൽ നിന്നും കൊണ്ടുവരുന്ന എർത്ത് നമ്മൾ മീറ്റർ ബോക്സ് എർത്ത് ചെയ്ത് ആ എർത്ത് നേരെ കൊണ്ടുവന്നിട്ട് ഏറ്റവും താഴെ 2 പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം വയറിങ്ങിൻ്റെ സമയത്താണ് നമ്മൾ ചെയ്യുന്നത്. ഈ കാണുന്ന 2 പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ? ഈ 2 പൈപ്പ് 20 mm പൈപ്പ് ഇടണമെങ്കിൽ 20 mm അല്ലെങ്കിൽ 25 mm 25 mm. ഇതിലൂടെയാണ് നമ്മുടെ കോപ്പറിൻ്റെ കോപ്പർ നമ്മൾ വലിച്ചു കൊണ്ടുവരുന്നത്. 12-ൻ്റെ കോപ്പറോ അല്ലെങ്കിൽ 10-ൻ്റെ കോപ്പറോ ഉപയോഗിച്ചിട്ടാണ്, ഗേജ് വരുന്ന കോപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എർത്ത് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ എർത്ത് കോമ്പൗണ്ട് ഉപയോഗിച്ച് ചെയ്യാം. എർത്ത് കോമ്പൗണ്ടും എർത്ത് റോഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ഹൈറ്റ് കറക്റ്റായിരിക്കണം. വരുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ റീഡിങ് മനസ്സിലാക്കാവുന്ന രീതിയിൽ, അതായത് നമ്മൾ മീറ്റർ ബോക്സ് കാര്യങ്ങൾ നമ്മൾ പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അകത്തുനിന്ന് റീഡിങ് എടുക്കണമെങ്കിൽ നമുക്ക് ഹൈറ്റ് ഓവറായിട്ട് നമ്മൾ വെക്കരുത്. കാണാവുന്ന സൈറ്റിലായിരിക്കണം. സൈറ്റിൽ വേണം നമ്മുടെ മീറ്റർ ബോക്സ് വെക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ സർവീസ് വയർ കൊടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കും. എർത്തിനുള്ള പൈപ്പ് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കവറിങ് കാര്യങ്ങളൊക്കെ അവസാനമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 3 ഫേസിൻ്റെ അല്ലെങ്കിൽ സിംഗിൾ ഫേസിൻ്റെ മീറ്റർ ബോക്സ് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നും ഏകദേശം ഈ ചുരുങ്ങിയ സമയത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കാണുന്ന ആളുകളെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഉള്ള സബ്സ്ക്രിപ്ഷനാണ്. അതായത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് കൂടി ചെയ്യുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.